വീണ്ടും അതിവേഗ റെയിൽ ചർച്ചകൾ ഉണ്ടാവുകയാണ്. അതിവേഗ റെയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വപ്നമാണ്, കേരളത്തിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. ബജറ്റിൽ കാതോർത്തിരുന്നു കേരളം, പക്ഷേ കിട്ടിയില്ല. സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം നടന്നു. അതിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വൈകി, അങ്ങനെയൊക്കെയുള്ള അനുമതി കിട്ടാത്ത സാഹചര്യവും അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ അതിവേഗ റെയിൽ എന്ന സ്വപ്നം കേരളീയർ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംസ്ഥാന സർക്കാരും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇപ്പോൾ അതിവേഗ റെയിൽ പാതയ്ക്ക് പുതിയൊരു ഡിസൈൻ നിർദ്ദേശിച്ച് വന്നിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളെ പുതുതായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റൂട്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ച റൂട്ട് പദ്ധതി, അതിന്റെ വിശദാംശങ്ങൾ എന്നത് നോക്കിയാൽ കെ റെയിൽ വഴി സിൽവർ ലൈൻ സ്ഥാപിക്കാനാണ് രണ്ടാം പിണറായി സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സിൽവർ ലൈന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഈ ശ്രമം ഉപേക്ഷിച്ചാണ് RRTS പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. RRTS ലൈനിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ഇതേ സമയം തന്നെയാണ് അതിവേഗ പാത എന്ന ആശയവുമായി ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങി DMRCയുടെ സഹായത്തോടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ പുതിയ ഡിസൈൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ അതിവേഗ പാതയ്ക്ക് ഇ ശ്രീധരൻ. ചെലവ് കുറച്ചും ടിക്കറ്റ് നിരക്ക് കുറച്ചുമുള്ള ഒരു പദ്ധതി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സംസ്ഥാന സർക്കാർ RRTS പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ അതിവേഗ റെയിൽവേ പാതയ്ക്ക് പുതിയ മോഡലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഉള്ള ദൈർഘ്യത്തിൽ ഇ ശ്രീധരൻ പുതിയ അതിവേഗ റെയിൽ പാത വിഭാവനം ചെയ്യുന്നു. നേരത്തെ സിൽവർ ലൈൻ അടക്കമുള്ള അതിവേഗ റെയിൽ പ്ലാനുകൾ ഒഴിവാക്കിയിരുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പുതിയ ഡിസൈനിൽ ഈ പത്തനംതിട്ട ജില്ലയെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. 56,500 കോടി രൂപയാണ് ഇ ശ്രീധരൻ പുതിയ പദ്ധതിക്ക് ആകെ ചെലവ് കണക്കാക്കുന്നത്. നേരത്തെ 80,000 കോടി രൂപയായിരുന്നു ഈ പദ്ധതിക്ക് കണക്കാക്കിയിരുന്നത്. അതിൽ നിന്ന് 56,000 കോടിയിലേക്ക് പദ്ധതി ചെലവ് കുറയും എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പുതിയ റൂട്ടിന്റെയും പദ്ധതിയുടെയും ഒരു പ്രത്യേകത. ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കുമെന്ന് പറയുന്നു. നേരത്തെ 200 കിലോമീറ്റർ ആക്കാൻ പറ്റുമോ എന്ന തരത്തിലൊക്കെയുള്ള ആശങ്കകൾ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഇത് 200 കിലോമീറ്റർ വേഗം എന്നത് ഉറപ്പു നൽകുകയാണ് ഇ ശ്രീധരൻ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്ര 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന രീതിയിലുള്ള ടിക്കറ്റ് നിരക്കിലായിരിക്കും എന്നത് കൂടുതൽ ആകർഷകമാണ്. ട്രെയിനിലെ AC ചെയർകാർ യാത്രയുടെ ചെലവിന് തുല്യമായ തുകയ്ക്ക് ഈ അതിവേഗ ട്രെയിൻ ഉപയോഗിക്കാൻ കഴിയും. ആ തുക മാത്രമേ ഈടാക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായി ഇന്ന് നമുക്ക് ഇ ശ്രീധരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന RRTS പദ്ധതിയേക്കാൾ പദ്ധതി ചെലവ് കുറയുമെന്നത് പ്രത്യേകതയാണ്. ടിക്കറ്റ് നിരക്കും കുറയും. ഇ ശ്രീധരന്റെ പുതിയ വേഗപാതയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളും എടുത്തുകാട്ടാനുള്ള കാര്യങ്ങളും ഇതാണ്. AC ചെയർകാർ രീതിയിൽ ടിക്കറ്റ് നിരക്ക് കണക്കാക്കുമ്പോൾ ആളുകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ യാത്രാ ചെലവ് മേൽപ്പറഞ്ഞ രീതിയിലായിരിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കിയതിനു ശേഷം എങ്ങനെ യാത്രക്കാർക്ക് അത് നൽകാൻ കഴിയും എന്ന വലിയ ആശങ്കയുണ്ട്. മറ്റു പദ്ധതികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ അതായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന സാഹചര്യം. അപ്പോൾ അത് ഫീസിബിൾ ആണോ എന്ന തരത്തിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നു അവിടെ. പുതിയ അതിവേഗ ലൈനിന്റെ ഫീൽഡ് സർവേ 3 മാസത്തിനകം പൂർത്തിയാക്കാം എന്നതാണ് ഇ ശ്രീധരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു. കൊട്ടാരക്കര നേരെ പത്തനംതിട്ട പോവാം. പത്തനംതിട്ട നേരെ തിരുവല്ല നിന്ന് ടച്ച് ചെയ്തതിന് മുമ്പേ തിരുവല്ല നിന്ന് കോട്ടയം, പിന്നെ വൈക്കം, പിന്നെ എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, തൃശ്ശൂരിൽ നിന്ന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്ന കുന്നംകുളമൊക്കെ ആയിരുന്നു. അപ്പം അതല്ല, തൃശ്ശൂർ നേരെ അത് മലപ്പുറത്തേക്കാണ് പോവുക. പട്ടാമ്പി മലപ്പുറത്ത് നിന്ന് കരിപ്പൂർ എയർപോർട്ട്, കോഴിക്കോട്, പിന്നെ കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ.
ഇങ്ങനെയാണ് 20 സ്റ്റേഷനുള്ളത്. അപ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ വേഗത്തിൽ യാത്ര സാധ്യമാകും എന്നതാണ് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുള്ള ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത. വലിയ തോതിൽ സ്ഥലമേറ്റെടുക്കൽ വേണ്ടിവരില്ലെന്നും തൂണും തുരങ്കവും കൂടുതൽ വരുന്നതിനാൽ ചെലവ് കുറയുമെന്നുമാണ് ഈ ശ്രീധരൻ പറയുന്നത്. പക്ഷേ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് ഈ പുതിയ ഇത്രയധികം തൂണുകളിലൊക്കെ ഒരു റെയിൽപാത കടന്നു പോകുന്നത് സാധ്യമാണോ, പ്രായോഗികമാണോ എന്നതൊക്കെ വ്യക്തമാകേണ്ടുന്ന സാഹചര്യമുണ്ട്. പുതിയ ഡിസൈനും നിർമ്മാണ രീതിയും അടക്കമുള്ള വിശദ വിവരങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ശ്രീധരൻ പുറത്തുവിട്ടിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. കേരളത്തിന് അതിവേഗ റെയിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതുണ്ടായിട്ടില്ല. 6 റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തെ തഴഞ്ഞത്. എന്തായാലും അത്തരം ചർച്ചകൾ തന്നെ മുന്നോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്തായാലും കുറച്ചുകൂടി വ്യക്തത ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. ഈ ശ്രീധരന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് തന്നെ ഈ ശ്രീധരനോട് കൂടുതൽ ചോദ്യങ്ങൾ ഇതിന്റെ വ്യക്തതയ്ക്കായി ചോദിക്കുന്നുണ്ട്. അപ്പോഴും അതിനോട് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ശ്രീധരൻ പ്രതികരിക്കുന്നത്. അതുകൂടി ഒന്ന് കാണാം. ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ച് ഉണ്ടായിരുന്ന സംശയങ്ങൾക്കുള്ള നിവാരണമായിരുന്നു ഈ ശ്രീധരൻ്റെ വാർത്താ സമ്മേളനം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയും അതേപോലെ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം ഇതിൽ പങ്കുവച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പദ്ധതിക്ക് അനുവാദം ലഭിച്ചിട്ടില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. കേന്ദ്രത്തിൻ്റെ അനുവാദം ഇതുവരെ പദ്ധതിക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം കേരളം ഇതിൽ RRTSന് വേണ്ടി കത്തയച്ചതാണ്. അതായത് കേരളത്തിൻ്റെ ഈ RRTSൻ്റെ അപേക്ഷയാണ് കേന്ദ്രം ഈ ഒരു പദ്ധതിക്ക് അനുവാദം നൽകാത്തതിൻ്റെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടെ തന്നെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത്. റെയിൽവേ മന്ത്രി വാക്കാൽ തനിക്ക് ഉറപ്പ് തന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ താൻ സർവേ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ പിന്നാലെയായിരിക്കും കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനമെന്നും അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതൊരു കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയായിരിക്കും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് 51% കേന്ദ്ര പങ്കാളിത്തവും 49% സംസ്ഥാന പങ്കാളിത്തവും ആയിരിക്കും ഈ ഒരു പദ്ധതിയിൽ ഉണ്ടാവുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ ഒരു പദ്ധതി നിർദ്ദിഷ്ട പദ്ധതി ഏറെ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തീരുമാനിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ്. ചില സ്റ്റോപ്പുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ദൂരം വ്യത്യാസം വന്നിട്ടുണ്ട്, സമയവും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ആണ് ഈ ഒരു റെയിൽപാത, നിർദ്ദിഷ്ട റെയിൽപാത ഉണ്ടാവുക. 20 സ്റ്റോപ്പുകളുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, കോട്ടയം, വൈക്കം, നെടുമ്പാശ്ശേരി, തൃശ്ശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിലൂടെയായിരിക്കും ഈ നിർദ്ദിഷ്ട റെയിൽപാത കടന്നു പോവുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളോട് ചേർന്നായിരിക്കും ഈ ഒരു നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽ കടന്നു പോവുക. 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് എത്താൻ കഴിയുന്ന വിധമായിരിക്കും ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതിവേഗ റെയിൽപാത 180 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ട്രെയിനുകൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ അരമണിക്കൂർ കൂടുമ്പോൾ വീതം ട്രെയിനുകൾ കടന്നു പോകും. യാത്രാ ചെലവ് താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 780 രൂപയായിരിക്കും ടിക്കറ്റ് നിരക്ക്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് 640 രൂപ, തിരുവനന്തപുരം കൊച്ചി 440 രൂപ എന്നിങ്ങനെയാണ് ഇപ്പോൾ ടിക്കറ്റിൻ്റെ നിരക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് താരതമ്യേന വളരെ കുറവ് തന്നെയാണ്. ഇപ്പോഴത്തെ വന്ദേ ഭാരതിൻ്റെയും അതുപോലെ തന്നെ പ്രീമിയം ബസ്സുകളുടെയൊക്കെ ടിക്കറ്റ് നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞ നിരക്ക് തന്നെയാണ്. സൗരോർജ്ജ കൂടുതലായി ഉപയോഗപ്പെടുത്തി, അതായത് സ്റ്റേഷനും അതേപോലെ ഈ ഒരു റെയിൽവേക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന മേഖലകളിലും കൂടുതൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് കൂടുതൽ സൗരോർജ്ജം ഈ ഒരു പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വിഭാവനം ഉണ്ടായിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ മാതൃകയിൽ തന്നെയായിരിക്കും നിർമ്മാണം ഉണ്ടാവുക. 56,500 കോടി രൂപയാണ് നിലവിൽ ഇതിൻ്റെ പൂർത്തീകരണ ചെലവ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ അതിൽ അല്പം വ്യത്യാസം വന്നേക്കാം. എന്തുതന്നെയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ അനുവാദം ഉടൻ ലഭിക്കും. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നടപടിക്രമങ്ങൾ കുറെ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കാൻ
മാറുന്ന സാഹചര്യത്തിൽ സാധിക്കുമെന്നൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ മുൻപേ ആണ് ഇപ്പോൾ ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടെ ഈ നടപടികൾക്ക് തുടക്കമിടാൻ സാധിക്കുമെങ്കിലും ഭൂമി ഏറ്റെടുക്കലും മറ്റും സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെലവിൽ ഒരു ഷെയറും സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. അപ്പോൾ CV അനുമോദ് ഈ ശ്രീധരനുമായി വീണ്ടും സംസാരിച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അപ്പോൾ ചില വ്യക്തത കുറവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ പോലും ശ്രീധരൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളേക്കാൾ കൂടുതൽ സൗകര്യപ്രദമാകുന്ന പദ്ധതിയാണ്, സാധാരണക്കാർക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്നതാണ്. മറ്റ് ഒഴിവാക്കപ്പെട്ട 2 ജില്ലകളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നു എന്ന പ്രത്യേകതകളൊക്കെയുണ്ട്. അപ്പോൾ ഏതായാലും വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ശ്രീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം ഇതിന്റെ ഭാവി എന്താണെന്ന് അറിയാൻ. സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനം ഈ അതിവേഗ റെയിൽ എന്നത് നമ്മളുടെ ഈ മാറുന്ന ജീവിത സാഹചര്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെയുള്ള സമീപനത്തിന്. കേരളത്തിന് അതിവേഗ റെയിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് ലഭിച്ചില്ല. 6 റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ വാക്കാലുള്ള അനുമതിയിലാണ് ഇപ്പോൾ DMRC ഇതിനായി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എന്നാൽ പദ്ധതിക്കായി DPR തയ്യാറാക്കാൻ ഔദ്യോഗികമായി DMRCയെ കേന്ദ്ര റെയിൽ മന്ത്രാലയം ചുമതലപ്പെടുത്തിയോ എന്നിട്ടുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രീധരൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ അതിൻ്റെ പ്രായോഗികമാക്കാൻ പറ്റുന്ന സാഹചര്യം എത്ര എന്നത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനികുമാർ വൈഷ്ണവ് വാർത്താസമ്മേളനം നടത്തുമ്പോൾ, ബജറ്റിന് ശേഷം വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ശ്രീധരന്റെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് ഔദ്യോഗികമാണോ എന്ന് ചോദിക്കുമ്പോൾ അത്തരമൊരു വ്യക്തത അദ്ദേഹം നൽകിയിട്ടില്ല. ഈ ശ്രീധരനെ പുകഴ്ത്തി സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ ശ്രീധരന്റെ പ്രവർത്തികളെ വിലമതിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരമൊരു കർത്തവ്യം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രായോഗികമാകുമോ, സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പേരെന്തായാലും അതിവേഗ റെയിൽ വരണം എന്നത് തന്നെയാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ശ്രീധരൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ അനുയോജ്യമാകുന്നതാണ് കേരളത്തിന്റെ സാഹചര്യത്തിന് എന്ന് തോന്നുന്നു. നടന്നാൽ നല്ലത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.